പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം യേശുവിനെ ഏറ്റുപറഞ്ഞ് യേശുവിനെ ആരാധിക്കാം. എൻ്റെ ദൈവം എൻ്റെ സ്നേഹമുള്ള ദൈവമാണ്. എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കാൻ കാത്തിരിക്കുന്ന ദൈവമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, പക്ഷത്തെങ്കിൽ യേശുവേ ആരെനിക്കു എതിരു നിൽക്കും. ഉണർവോടെ കൈയടിച്ച് കർത്താവിന്റെ കാരം പിടിച്ചേ വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കു എതിരു നിൽക്കും. കർത്താവിന്റെ കാരം പിടിച്ചേ ഞാനും വഴി നടക്കും. കൈ ഉയർത്തി കൈയടിച്ച് പോലെ എന്നെ വളഞ്ഞാൽ ദൈവത്തിന്റെ കരമെന്നെ കരുതും. വൈരികളൊന്നായി എതിർത്താൽ യേശുവിനായി ഞാൻ കരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാൽ ദൈവത്തിന്റെ കരമെന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താൽ യേശുവിനായി ഞാൻ കരുതും. യേശുവേ, ഇന്ന് ഈ നിമിഷം എൻ്റെ ജീവിതം അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥകൾ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബങ്ങൾ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. യേശുവേ, യേശുവേ, ദുരിതമോ എന്തു വന്നാൽ യേശുവിൻ വചനത്തിൽ ചരിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാൽ
യേശുവിൻ വചനത്തിൽ ചരിക്കും. ആപത്ത് വാളോ എന്തു വന്നാൽ യേശുവിനെ എന്നും ഘോഷിക്കും. ആപത്ത് വാളോ എന്തു വന്നാൽ യേശുവിനെ എന്നും ഘോഷിക്കും. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. കൈ ഉയർത്തി കൈയടിച്ച് പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരമെന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താൽ യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരമെന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താൽ യേശുവിനായി ഞാൻ പൊരുതും. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് ഇരിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം 57-ാം അധ്യായം 15-ഉം 16-ഉം തിരുലിഖിതങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല, കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്. ഞാനാണ് ജീവശ്വാസം നൽകിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകം 57-ാം അധ്യായത്തിലെ 15-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധരിൽ പരിശുദ്ധൻ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനാണ് എന്ന് വിശുദ്ധ ലിഖിതങ്ങളോട് അടിവരയിട്ട് നിരവധി സ്ഥലങ്ങളിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹാപരിശുദ്ധിയെ ദൈവം വെളിപ്പെടുത്തുകയാണ്. 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതാണ്, അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധനായവൻ്റെ മുമ്പിലേക്കാണ് അവിടുന്ന് നിരന്തരം നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല പ്രാർത്ഥനകളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാത്തതിൻ്റെ ഒരു കാരണം നമ്മളിലുള്ള അന്ധകാരമാണ്. നമ്മുടെ ചില വളഞ്ഞ വഴികൾ, നമ്മുടെ ചില തരത്തിലുള്ള വചനലംഘനങ്ങൾ, പാപമാർഗങ്ങൾ, തെറ്റായ രീതികൾ. നമ്മളോ അത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നു, ചിന്തിക്കുന്നുമില്ല. നമ്മളങ്ങനെ ചെയ്ത് പോവുകയാണ് നമ്മുടെ ഓരോ പ്രവൃത്തികളും. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധനായവൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം പരിശുദ്ധമാണോ, എൻ്റെ നടപടികൾ പരിശുദ്ധമാണോ, എൻ്റെ വഴികൾ പരിശുദ്ധമാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന മക്കളെ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. ഞാൻ അമേരിക്കയിൽ ന്യൂജേഴ്സി ധ്യാനം നടത്തുമ്പോൾ ഒരു കുടുംബം അവിടെ നിന്ന് അവരുടെ അനുഭവം പറയുന്നത് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. എൻ്റെ പേര് അനു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സജി. ഞങ്ങൾ നോർത്ത് കരോളൈനയിൽ നിന്ന് വരുക. 8-8.25 മണിക്കൂർ ഇവിടുന്നുണ്ട്. ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ ജാനുവരിയിൽ ജോലി നഷ്ടപ്പെട്ടു. ലേ ഓഫ് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. അന്ന്
ഫെബ്രുവരി ലാസ്റ്റ് ഡേ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ലേ ഓഫാണ്. അപ്പം ഞങ്ങൾ അഭിഷേകാഗ്നിയിൽ ഒരു ശശി എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ, ആ ചേട്ടൻ ഇങ്ങനെ ഒരു പുറത്തെവിടെയോ ജോലിയാണ്, അന്ന് ലേ ഓഫ് ചെയ്യുന്ന അന്ന് പ്രമോഷനോടുകൂടെ ശമ്പള കയറ്റത്തോടെ ജോലി കിട്ടിയ ആ എപ്പിസോഡ് ഞങ്ങൾ കണ്ടു. കൊല്ലത്തുനിന്നുള്ള അത് ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ആദ്യമായിട്ട് കണ്ടു. ഞാൻ പ്രാർത്ഥന, ഈശോയെ ഈ ചേട്ടന് ജീവിതത്തിൽ സംഭവിച്ച പോലെ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കണം. ആ ലേ ഓഫ് ചെയ്യുന്ന അന്ന് അവർ പറഞ്ഞു ഈ മാസം ശമ്പളത്തോടെ കണ്ടിന്യൂ ചെയ്തോ. ഞങ്ങൾ അഭിഷേകാഗ്നി ഒരു ദിവസം 7-8 മണിക്കൂർ ആ നഷ്ടപ്പെട്ട സമയങ്ങളിൽ കാണുമായിരുന്നു. ഒരു ദിവസം 7-8 മണിക്കൂർ കാണുമായിരുന്നു. അങ്ങനെ 4 ആഴ്ച കേട്ടു. ആ പിരിച്ചുവിടുന്ന അന്ന് അവർ പറഞ്ഞു 1 മാസവും ജോലി ഇല്ലാതെ ഫുൾ ശമ്പളത്തോടെ ഞങ്ങൾക്ക് അവർ വചനം കേട്ടതിന് ഞങ്ങൾക്ക് ശമ്പളം തന്ന് സൈജയെ അനുഗ്രഹിച്ചു. പിന്നെ ഒരു ദിവസം പിന്നെയും ഞങ്ങൾക്ക് ജോലി ഒന്നും ശരിയാവുന്നില്ല, ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ ജോലി ശരിയാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞാനൊരു ദിവസം ഞങ്ങളുടെ സൈച്ചയുടെ റെസ്യൂമി തിരുവോസ്തിയിൽ തൊട്ട് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈശോയോട് പറഞ്ഞു ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നാ ജോലി തരാത്തതെന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഞാൻ അച്ഛൻ ചിരിച്ചുകൊണ്ട് റെസ്യൂമി പിടിച്ച് സ്വപ്നത്തിൽ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സ് വിഷമിച്ച് കിടക്കുക. ഞാൻ വിചാരിച്ചു ഈശോയെ അച്ഛൻ എന്നാ ഞങ്ങൾക്ക് വിഷമം വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് റെസ്യൂമിയും പിടിച്ച് വന്ന് നിൽക്കുന്നത്, ഒന്നും മനസ്സിലായില്ല. പിന്നെ രാവിലെ എണീറ്റ് സൈജടുത്ത് ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് ഓക്കെ ഞങ്ങളുടെ റെസ്യൂമി ഈശോയുടെ കയ്യിൽ ഭദ്രമാണ്, ജോലി തന്ന് അനുഗ്രഹിക്കുകയാണെന്ന് മനസ്സിലായി. അതുപോലെ റെസ്യൂമി ഞങ്ങളൊരു ചെറിയ ഫേക്കായിട്ട് കാണിച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ അതിലുണ്ട് കള്ളത്തരം കാണിക്കാൻ പാടില്ല എന്ന്. അപ്പം അച്ഛൻ ആ സ്വപ്നത്തിൽ അതും പറഞ്ഞു ആ കള്ളത്തരം എടുത്ത് മാറ്റാൻ ജോലി ഈശോ തരുമെന്ന്. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആ റെസ്യൂമിൽ നിന്ന് ആ കള്ളത്തരം എടുത്ത് മാറ്റി ഉടനെ തന്നെ ജോലി തന്ന് ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. നോക്കിയാണ്ടോ, അതായത് നുണ പറഞ്ഞ അപ്പം തന്നെ ബ്ലോക്കാവും, അനുഗ്രഹം ബ്ലോക്കാവും. അതുപോലെ അനർഹമായ സാധനം ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വരാനും പാടില്ല. ആ ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിലേ ചിലപ്പോൾ വല്ല പേപ്പറൊക്കെ ആയിരിക്കും, പക്ഷേ അതുകൊണ്ട് നമുക്ക് ബ്ലോക്കാവും, അനുഗ്രഹം ബ്ലോക്കാവും. ചിലപ്പോൾ വല്ല പഴയ തുണിയൊക്കെ ആയിരിക്കും, അത് അവിടെ ഇട്ടേക്ക് നമുക്കൊരു അപ്പോൾ അനുഗ്രഹം ബ്ലോക്കാവും. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു അവിടെ ഇട്ട വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നു. അവർ കൊണ്ടൊക്കെ നമ്മളായിട്ട് എടുക്കേണ്ടത്. അനർഹമായതൊന്നും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട. നമുക്ക് ബെസ്റ്റ് സാധനങ്ങൾ ഈശോ തരും, ബെസ്റ്റ് സാധനങ്ങൾ. ഒരു പഴയ തുണി കഷ്ണം ബെസ്റ്റ് സാധനങ്ങൾ ഈശോ തരും. പ്രൈസ് ദി ലോർഡ്. നോക്കി ഇവരെ കണ്ട് അനുഗ്രഹിച്ച് കണ്ടോ ഈശോ ധാരാളമായി അനുഗ്രഹിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കി ഇവരുടെ സങ്കടത്തിൽ ഈശോ അങ്ങനെ രഹസ്യം കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞ് ഇതിനകത്ത് ഇന്ന ഭാഗത്തിൽ കള്ളത്തരമുണ്ട്, അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. ക്ലിയർ ചെയ്ത് പിറ്റേ ദിവസം ജോലി കണ്ടോ. ഒന്ന് ചെതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് യെശയ്യാ 57 അധ്യായം 15-16 വാക്യങ്ങൾ. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ഞാൻ എന്നേക്കും കോപിക്കുകയോ കുറ്റം ആരോപിക്കുകയോ ഇല്ല. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ദൈവം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ എന്നേക്കും കോപിക്കുകയോ കുറ്റം ആരോപിക്കുകയില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് എളിമപ്പെട്ട് കർത്താവേ എനിക്ക് തെറ്റുകളുണ്ട്, ഞാൻ പരിശുദ്ധനല്ല, എനിക്ക് ഒരു മാപ്പപേക്ഷ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് എളിമപ്പെടുത്തി എനിക്ക് കർത്താവേ ഇന്ന തെറ്റുകളുണ്ട്, ഞാനത് തെറ്റിപ്പോയി, ഞാനത് തിരുത്താം. അങ്ങനെ നമ്മളൊന്ന് മനസ്സ് വെക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ഒഴുകാൻ തുടങ്ങും, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല, എത്രമാത്രം അധ്വാനിച്ചിട്ടും ദൈവം ഇടപെടുന്ന പോലെ തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വല്ല കരടുണ്ടോ, എൻ്റെ ജീവിതത്തിൽ വല്ല പാപങ്ങളുണ്ടോ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പരിശുദ്ധിക്ക് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും എൻ്റെ കർത്താവേ, എന്നെ ഓരോന്ന് കാണിച്ചു തരിക, ഞാൻ അതെല്ലാം ഉപേക്ഷിക്കാം. അങ്ങനെ കർത്താവിന് മുമ്പിൽ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഫൗസ്റ്റീന ഡയറി കുറിപ്പിൽ 1507 ഖണ്ഡിക, അവിടെ ഈശോ ഒരു ദിവസം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ നന്മയെ ആരും സംശയിക്കാതിരിക്കട്ടെ. ഒരു വ്യക്തിയുടെ പാപങ്ങൾ രാവ് പോലെ ഇരുണ്ടതാണെങ്കിലും രാത്രി പോലെ കർക്കടക മാസത്തിലെ
ആ കർത്തവാവിൻ്റെ ആ രാത്രി പോലെ കൂരാക്കൂരിട്ട് നിറഞ്ഞൊരാത്മാവാണെങ്കിലും, ഒരു വ്യക്തിയുടെ പാപങ്ങൾ കൂരാക്കൂരിട്ട് പോലെ ഇരുണ്ടതാണെങ്കിലും, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ദുരിതങ്ങളെക്കാൾ വലുതാണ്, ശക്തമാണ്. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു രശ്മി കടന്നു വരാൻ തക്ക വിധം പാപി തൻ്റെ ഹൃദയവാതിൽ അല്പമെങ്കിലും തുറന്നാൽ പിന്നെ ബാക്കി ദൈവം തന്നെ ചെയ്തുകൊള്ളും. കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു രശ്മി പ്രവേശിക്കാൻ തക്ക വിധം ചെറുതായി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ അല്പം ഒന്ന് തുറന്നാൽ, അല്പം ഒരു ഹൃദയ തുറവി കാണിച്ചാൽ, അല്പം ദൈവികമായൊരു താല്പര്യം കാണിച്ചാൽ പിന്നെ ബാക്കി പെട്ടെന്ന് ദൈവം ചെയ്തുകൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയം. നമ്മുടെ പാപങ്ങളൊക്കെ കൂരാക്കൂരിരുട്ട് പോലെ, കർക്കിടകത്തിലെ കർത്തവാവിൻ്റെ രാത്രിയിലെ പോലെ കൂരാക്കൂരി ഒരു തരി പ്രകാശരശ്മിയിൽ അങ്ങനെ കനത്ത അന്ധകാരമാണെങ്കിലും ദൈവത്തിന് അതെല്ലാം മാറ്റാൻ പറ്റും. ക്ഷണനേരം കൊണ്ട് ദൈവം ഇടപെടും. ഇവർ പിറ്റേ ദിവസം നേരെ വെളുത്തപ്പോൾ തന്നെ ആ റെസീമിലെ കള്ളത്തരം എല്ലാം മാറ്റാൻ തയ്യാറായി. കർത്താവേ സോറി സോറി സോറി, എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ, സോറി പറഞ്ഞ് മാറ്റി. അന്നേക്ക് അന്ന് ദൈവം ഇടപെടുകയാണ്. എത്രയോ നാളുകളായുള്ള ടെൻഷനായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, നിന്റെ നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. പിന്നെ എങ്ങനെ ദൈവാനുഗ്രഹം ഉണ്ടാവും? നമ്മുടെ നാട് അനുഗ്രഹം പ്രാപിക്കാൻ നമ്മുടെ ഈ നാട്ടിൽ വിശുദ്ധി നിറയണം. നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ സത്യസന്ധത, വിശുദ്ധി, നിഷ്കളങ്കത ഇത് കുടുംബത്തിൽ സമൃദ്ധമായി പുലരട്ടെ. നമ്മുടെ ദേശത്തിന് മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയാൻ, ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാകാൻ സത്യസന്ധതയും നൈർമല്യവും വിശുദ്ധിയും എല്ലാ ഹൃദയങ്ങളിലും പുലരട്ടെ. വിദ്വേഷവും ദുഷ്ടമായ പിറുപിറുപ്പും കള്ളവും ചതിയും എല്ലാ തരത്തിലുള്ള അന്ധകാര സ്വഭാവങ്ങളും അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് അകറ്റിക്കളയും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകറ്റിക്കളയും. നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലരഹിതമാകും. നാം പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ആത്മീയ ജീവിതം വരണ്ടു പോകും. നമ്മുടെ ആത്മാവ് ദൈവാനുഭവം കിട്ടാതെ വേദനിക്കും. നാം എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടാതെയാകും. കാരണം നാം കറപ്പുരണ്ടിരിക്കുകയാണ്. മഹാപരിശുദ്ധനായ അവിടുന്ന് ആവശ്യപ്പെടുകയാണ്, എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞിട്ടില്ല, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കൊല്ലത്തുനിന്ന് ഒരു കുടുംബം ഇങ്ങനെ ഒരു അനുഭവം പങ്കുവച്ചു. അവരുടെ അനിയത്തി ലഹരി വസ്തുക്കൾ വിറ്റ്, ഫാൻസ്, പാൻപരാഗ്, സിസർ, ബീഡി എല്ലാം വിറ്റ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, കുടുംബം രക്ഷപ്പെടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആ സഹോദരി പറയാണ്, അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, പള്ളി പോകാൻ തോന്നുന്നില്ല, വിശുദ്ധ ജീവിതത്തിന് താല്പര്യമില്ല, ബൈബിൾ വായിക്കാൻ തോന്നുന്നില്ല, കടം കൂടി വരുന്നു, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, പിള്ളേരുടെ കല്യാണം നടക്കുന്നില്ല, കല്യാണം മക്കളുണ്ടാകുന്നില്ല, ഇനി എല്ലാ തരത്തിലും ഓരോ തടസ്സങ്ങൾ. ദൈവത്തിന് അനുഭവമില്ല, ദൈവം അകന്നു നിൽക്കുന്നവരെ തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സഹോദരൻ അനിയത്തി പറഞ്ഞു, നിനക്കൊന്ന് വചനം കേൾക്കാവോ? നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരം, ദൈവത്തിൻ്റെ വചനപ്രകാരം നിൻ്റെ ജീവിതത്തെ ഈ ഒരു തരത്തിലുള്ള കുഴഞ്ഞു മറിഞ്ഞ മെസ്സായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഓർഡറിലേക്ക്, ഒരു വിശുദ്ധിയിലേക്ക്, ഒരു ഡിസിപ്ലിനിലേക്ക്, ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് പറ്റുമോ? നിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ നീ കാണും. ആ സഹോദരി സ്വീകരിച്ച് എങ്ങനെയാണ് കർത്താവ് ഇടപെട്ടതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
എൻ്റെ പേര് റെനി രാജുവാണ്. ഞാൻ കൊല്ലം നിവാസി തോപ്പിടവകയിലുള്ളതാണ്. എനിക്ക് 2012 16 ലക്ഷം രൂപയോളം കടം വന്നു. ഒരു വീട് വെച്ചും 2 പെൺമക്കളെയും പഠിപ്പിച്ചും അങ്ങനെ എനിക്ക് കടങ്ങളുണ്ടായി. ആ ഇടയ്ക്കാണ് എൻ്റെ അമ്മായിയമ്മ മരിച്ചത്. അപ്പോൾ അമ്മായിയമ്മ മരിച്ചപ്പോൾ അനിയത്തിക്ക് ഓഹരി കൊടുക്കുമെന്ന് പറഞ്ഞ് വീട് ഒറ്റയ്ക്ക് കൊടുത്ത് വീടും നഷ്ടപ്പെട്ട് എൻ്റെ അനിയത്തിയുടെ കൂടെ താമസിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു കടയുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും കൂടെയാണ് ആ കട നടത്തുന്നത്. അപ്പോൾ എൻ്റെ കടയിൽ സിഗരറ്റ് കച്ചവടവും പാൻപരാക്ക് കച്ചവടവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ എൻ്റെ അനിയത്തി പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പലിശ കൊടുത്ത് ഓരോ ദിവസം 2000 രൂപയുടെ കച്ചവടം ചെയ്യുമ്പം 2500 രൂപയോളം പലിശ കൊടുക്കേണ്ട. അങ്ങനെ 2000 രൂപയുടെ പാൻപരാഗും സിഗരറ്റും അതിൽ കൂടുതൽ കച്ചവടം ഉണ്ടായി. പക്ഷേ അങ്ങനെ എനിക്ക് ഈ കച്ചവടം നടത്തിയിട്ടും പലിശ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടന്ന് ഉരുകുമ്പോൾ 2000 രൂപയുടെ കച്ചവടം നടത്തി ഞാൻ ഇത്രയും സിഗരറ്റ് കച്ചവടം നടത്തിയിട്ടും എനിക്ക് അതിൽ നിന്ന് പലിശ കൊടുക്കാനല്ലാതെ ഒരു കടഭാരം പോലും തീർക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ എന്റെ കടയുടെ മുമ്പിൽ എപ്പോഴും കടക്കാർ വന്ന് ഇങ്ങനെ ഒരുപാട് ചീത്തകൾ പറയും, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വീടുമില്ല, എനിക്ക് പള്ളിയിലോ പ്രാർത്ഥനയ്ക്കോ പോകാൻ പറ്റാത്ത ഞാൻ എൻ്റെ ഭർത്താവും കരിസ്മാറ്റിക് പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നതാണ്. അതെന്തോ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കടം വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥനയ്ക്കോ പള്ളിയിലോ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇതുപോലത്തെ സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥന നടത്തണം. അപ്പോൾ എൻ്റെ അനിയത്തി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ TV-യിലൂടെ അച്ഛൻ്റെ അഭിഷേകാഗ്നി കാണുമായിരുന്നു. അന്നേരം എൻ്റെ അനിയത്തി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ അനിയത്തി ചേച്ചിയുടെ കടങ്ങളെല്ലാം തീർക്കണമെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്ന്. അങ്ങനെ ഞാൻ സിഗരറ്റും ഈ മറ്റുള്ള കച്ചവടങ്ങളെല്ലാം ഉപേക്ഷിച്ച് വചനം കേട്ട് അഭിഷേകാഗ്നി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തിയുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ചേച്ചി പറഞ്ഞു, ഇനി പാൻപരാഗ് വേണ്ട, സീർട്ട് വേണ്ട, രാജാവീടി വേണ്ട, എല്ലാം ഞാൻ ഉപേക്ഷിച്ച് കച്ചവടം, ചായ കച്ചവടവും ദോശയൊക്കെ കച്ചവടം ചെയ്ത് പിന്നെ നല്ല കച്ചവടം, ചായയും ദോശയും ഇഡ്ഡലിയും എനിക്ക് നല്ല കച്ചവടം നടന്ന് 7000-8000 രൂപയുടെ കച്ചവടം തമ്പുരാൻ തന്ന് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ കടങ്ങളെല്ലാം ഇപ്പോൾ തീർന്ന് എനിക്ക് ദോശയും ചായയും ഇഡ്ഡലിയും പൊറോട്ടയും വിറ്റത് 16 ലക്ഷം രൂപയുടെ കടം. കർത്താവ് എന്റെ കടങ്ങളെല്ലാം തീർത്ത് തന്നു. എന്റെ 2 പെൺമക്കളെയും കെട്ടിക്കുവാനുള്ള ഭാഗ്യം തന്നു. എന്റെ കർത്താവ് എന്റെ മക്കൾക്ക്, എന്റെ 2 പെൺമക്കൾക്കും 2 ആൺകുഞ്ഞുങ്ങളെയും നൽകി. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ 2 വർഷം വരെ, കഴിഞ്ഞ വർഷം ഇവിടെ അച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ എൻ്റെ മോൾക്ക് 2 മാസമായപ്പം ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ അച്ഛനെ കണ്ട് അച്ഛൻ മോളെ തലയെ കൈവച്ചെന്ന് പറഞ്ഞ് മോള് സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പം വരാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മച്ചി കയറുമ്പോൾ എനിക്കും കൂടെ വേണ്ടി സാക്ഷ്യം പറയണേന്ന് പറഞ്ഞു. എൻ്റെ മോൾക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി, ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ചേച്ചി നോക്കി, പാൻപരാഗ്, സീർട്ട്, കാജാവീടി, ദിനേശ്, ജ്യോതിമാൻ ഇതെല്ലാം കൂടെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ 16 ലക്ഷം രൂപയുടെ കടം അതാദ്യം തന്നെ പോയി. 2 ഇതിനെന്നറിയാവോ, 2 കുട്ടികളുടെ കല്യാണം അത് നടത്തും. അതിനുള്ള സകല സ്വർണം വെള്ളി ഇതെല്ലാം. പിന്നെ വീട്ടിൽ മക്കളില്ലാത്തവർക്ക് പടപടാന്ന് പറഞ്ഞ പിള്ളേര്. ഹല്ലേലൂയ. ദൈവം എല്ലാ കൃപകളും എല്ലാം നമുക്ക് അന്ന് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റിയോ? അത് മാറ്റിയപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റി. പാമ്പരാഗം സേർട്ട് എടുത്ത് മാറ്റി, പിന്നെ സ്തുതിപ്പ് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് ഹൃദയം വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം, വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം, വന്നിടുമോ പിന്നെ ഭയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഒരുപാട് പേരുടെ ഹൃദയത്തിലെ ഒരു വേദനയാണ്, ദൈവം എൻ്റെ ജീവിതം എന്തുകൊണ്ട് അത്രയും കഷ്ടപ്പാടുകൾക്ക് അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേൾക്കണില്ല? ഞാൻ എവിടേക്ക് ഇറങ്ങിപ്പോയാലും ഗുണം പിടിക്കുന്നില്ല. ഞാൻ എന്ത് തൊട്ടാലും തകർന്നു പോകുന്നു. ദൈവം എന്നോട് നീതി പ്രവർത്തിക്കുന്നില്ല. വേറെ ചിലർക്കൊക്കെ പെട്ടെന്ന് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. എന്താണ് എന്നോട് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? എന്നോട് ദൈവം അനീതി ചെയ്യുകയാണ്. എന്നോട് ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് തോന്നണേ. എന്നോട് ദൈവം നീതി കാണിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് അനേകരുടെ ഹൃദയങ്ങളിരിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ 18-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 18 വേഴ്സ് 25, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്?
കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ കേൾക്കുക, എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്. ഇസ്രായേൽ ഭവനമേ കേൾക്കുക, എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്. എളിമപ്പെട്ടാനും പ്രാർത്ഥിക്കാനും മനസ്സില്ല, ജീവിതത്തെ തിരുത്താൻ താല്പര്യമില്ല, വക്രത നിറഞ്ഞതും കള്ളത്തരം നിറഞ്ഞതുമായ രീതികളൊന്നും ഉപേക്ഷിക്കാൻ താല്പര്യമില്ല. പ്രിയപ്പെട്ട മക്കളെ, പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ നിറയുക? എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാവിൻ്റെ സ്ഥിതി എന്താണെങ്കിലും, ഇപ്പോൾ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെങ്കിലും, നമ്മുടെ ഹൃദയം ഒന്ന് എളിമപ്പെടുത്തി എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ അവൻ എൻ്റെ നിലവിളി കേൾക്കും. ഏത് അവസ്ഥയിൽപ്പെട്ട ആത്മാവാണെങ്കിലും, ഒരുപക്ഷെ വിശ്വാസമുള്ളവരായിരിക്കാം, ഒരുപക്ഷെ മറ്റേതെങ്കിലും ഏത് അവസ്ഥയിലായിരിക്കും, ഏത് ജാതിയിൽപ്പെട്ട ആളാണ്, ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുക. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഈ സമയം കർത്താവിനോട് നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, സകല ലോകത്തിനും വേണ്ടി, സകല മർത്യർക്കും വേണ്ടി അങ്ങ് ചിന്തി അവിടുത്തെ പരിശുദ്ധ രക്തം എൻ്റെ മേൽ ഒഴുക്കണമേ, എന്നെ കഴുകണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പാവനാത്മാവാനിറക്കണമീശോ, പാപഭാരങ്ങൾ അകറ്റണമീശോ, പാവനാത്മാവാനിറക്കണമീശോ, പാപഭാരങ്ങൾ അകറ്റണമീശോ, ഈ നിമിഷം സ്പർശിക്കണമേ, രക്ഷിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, ഈശോയേ, 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 യേശുവേ, ഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ